ശബരിമലയിൽ അഥവാ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ശൈവ-വൈഷ്ണവ മൂർത്തിയായ പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട ശാസ്താവിഗ്രഹത്തിൽ വിഷ്ണു അവതാരമായ ശ്രീ അയ്യപ്പൻ്റെ ചൈതന്യം കുടികൊള്ളുന്ന ഈ പുരാതനമായ ക്ഷേത്രത്തിൽ എങ്ങനെ ഇത്രയും വലിയ കൊള്ളസംഘം കളവ് നടത്തിയത് എന്ന് ചോദിച്ചാൽ അത് ഹിന്ദു സമൂഹത്തിൻ്റെ കഴിവില്ലായ്മ എന്നു തന്നെ പറയേണ്ടി വരും. കാരണം സുരക്ഷിതവും ജാഗ്രതയും ഇല്ലാത്ത അലസമായ ഒരു സമൂഹത്തിലാണ് ഇങ്ങനെ കള്ളന്മാരും കൊള്ളക്കാരും അധാർമികരും വളർന്നു വരിക. എന്തായാലും ഇനി ഇങ്ങനെ നടക്കാതിരിക്കണമെങ്കിൽ ഹിന്ദുക്കൾ ജാഗരൂകരായിരിക്കണം. അലസന്മാരും നിഷ്ക്രിയരുമായിരിക്കുകയും ചെയ്യരുത്. അതിന് ശബരിമല ദേവസ്വത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന ഭക്തന്മാരുടെ ഒരു സമിതിക്ക് രൂപം നൽകണം. ക്ഷേത്രത്തിൽ നടക്കുന്ന ദൈനംദിന കാര്യം മുതൽ ഓരോ മാസവും നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളും ഈ സമിതിയെ നിയമാനുസൃതം അറിയിക്കേണ്ടതാണ് എന്ന ഒരു വ്യവസ്ഥ കൂടി വെക്കണം. ഇതിൽ കേരളത്തിലെ മുഴുവൻ ഹൈന്ദവ ആശ്രമങ്ങളിലെയും 2 വീതം പ്രതിനിധികളും സാമുദായിക സംഘടനകളിലെ ഓരോരോ പ്രതിനിധികളും സമൂഹത്തിലെ ബുദ്ധിജീവികളായ 1-2 ആളുകളും ചേർന്ന് ഇത് രൂപീകരിച്ച് അതിന് നിയമപ്രാബല്യം കൊടുക്കണം.